അപ്പം നമ്മുടെ ഒരു പ്രേക്ഷകയുണ്ട്. അപ്പം തോമസിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ തോമസിന്റെ അടുത്തൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് നമ്മൾ കോള് കണക്ട് ചെയ്യട്ടെ. ഓക്കെ. അലീന എന്നാണ് പേര്. ഹലോ. ഹലോ അലീന. അതെ. അലീന, ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്നായിരുന്നു വിളിക്കുന്നത്. അയ്യോ ചേച്ചി പറയൂ. ഞാൻ 2-3 ദിവസമായി പറഞ്ഞിട്ട് അപ്പൂനെ പറഞ്ഞ് ചോദിച്ചിട്ട്. ആണോ? എന്തായി? തോമസിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ 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 അതെ. അപ്പൊ തോമസ് ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. സീരിയസ്ലി? യെസ്. അപ്പൊ ഞാൻ തോമസിന്റെ ഫോൺ കൊടുക്കട്ടെ? ഓക്കെ, റെഡി അല്ലേ? ഫോൺ കൊടുക്കട്ടെ? ഓക്കെ. ഹലോ 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 അലീന, ഒരു ലൗഡിലാട്ടോ ഇട്ടേക്കുന്നേ. ഒന്ന് വിളിച്ച് പറയല്ലേ? ഒരു ലൗഡിലായിട്ട് സംസാരിക്കുന്നേന്ന്. ഹായ്, താങ്ക് യു കേട്ടോ, മീൻസ് എ ലോട്ട്. ഓ സീരിയസ്ലി ചേട്ടാ, എന്താ പറയാ, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ആദ്യം നോക്കിയത് തോമസ് ചേട്ടനെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നായിരുന്നു. ആണോ? അയ്യോടാ, ഞാൻ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? ഞാൻ നോക്കാം കേട്ടോ, ഞാൻ നോക്കാം. കൊറേ മെസ്സേജസ് വന്ന് കിടക്കുന്നോണ്ടേ നോക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിങ്ങനെ തിയേറ്റേഴ്സ് ഒക്കെ കയറി ഇറങ്ങി ഓടി നടക്കുവായിരുന്നു. ഒരു കുഴപ്പമില്ല, ചേട്ടനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അയ്യോടാ, താങ്ക് യു കേട്ടോ, താങ്ക് യു അലീന. അടിപൊളിയായിരുന്നു, പെർഫോമൻസ് ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു ജസ്റ്റ് 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടേന്ന്. പെർമിഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ദൈവമേ. ഓക്കെ, ചോദിച്ചോ. ക്യാമറയിൽ പറയാൻ പറ്റിയതാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയന്ന് അവർ ചോദിച്ചിരുന്നു. അപ്പൊ ഞാനൊന്ന് പേടിച്ചു, ദൈവമേ എന്താ ആൻസർ പറയാന്ന്. പക്ഷെ ചേട്ടാ സ്കിപ്പ് ചെയ്യുകയോ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അപ്പൊ ഞാൻ ഇവിടെയും സ്കിപ്പ് ചെയ്യുമായിരിക്കും അലീന. പിന്നെ ചോദിച്ചാൽ മതി, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യരുത്, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ അയ്യോടാ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അതിന് റിപ്ലൈ തന്നോളാം. അല്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. ആണോ? ചോദിച്ചോ ചോദിച്ചോ. അയ്യോ, കേട്ടില്ല. കമ്മിറ്റഡ് ആണോന്നോ? അയ്യോ, ഞാൻ ക്യാമറയുടെ മുന്നിൽ പറയുന്നില്ല, ഞാൻ അല്ലാണ്ട് പിന്നെ മെസ്സേജ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ചേട്ടന്റെ ഇപ്പോഴത്തെ സ്ത്രീകൾ ഫാൻസിനെ എല്ലാരും റെപ്രസെന്റേറ്റീവ് ചോദിക്കാന്ന് വിചാരിച്ചാൽ മതി. അത് വേണ്ട, ഞാൻ പിന്നെ മെസ്സേജിൽ അയക്കാട്ടോ അലീന. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫെബ്രുവരി 14 സ്പെഷ്യലി പ്രോഗ്രാംസ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല, ഞങ്ങളുടെ പടം ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഓടി നടക്കുക. ഫെബ്രുവരി 14 ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓടുക, അത്രേ ഉള്ളൂ. അലീന ഉദ്ദേശിക്കുന്ന ഉത്തരം ഇവിടെ കിട്ടത്തില്ല. എന്തോ ഞാനും വേണമെങ്കിൽ അന്നൊരു റോസാപ്പൂക്കെ ആയിട്ട് ഒന്നുകൂടെ പടം കാണാൻ വന്നാൽ. വായോ വായോ, തിയേറ്ററിലേക്ക് വായോ. അതിനെന്താ, ഓടി വായോ. നമുക്ക് ഏത് തിയേറ്ററിലാന്ന് നോക്കിയിട്ട് ഞാൻ ഇവിടെ പറയാം, എന്നിട്ട് വായോ. ഓക്കെ, എനിവേസ് കമ്മിറ്റഡ് അല്ലാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. സൗദി കേട്ടതിന് ഭയങ്കര സന്തോഷം. താങ്ക് യു ഫോർ ദ കോൾ ട്ടോ. താങ്ക് യു സോ മച്ച്. മുമ്പോട്ട് പക്കെ ആവട്ടെ, ഇനി ഒത്തിരി സിനിമകൾ കിട്ടട്ടെ. അയ്യോ, താങ്ക് യു അലീന. ബൈ, ടേക്ക് കെയർ, ബൈ. ഓക്കെ, താങ്ക് യു അലീന. കട്ട് ചെയ്താ പോയി, സംസാരിക്കണ്ടാവും. പിന്നെ മെസ്സേജ് ചെയ്തോളാം, പറഞ്ഞോ. എന്താണ് അതിന് ഉത്തരം പറയാത്തത്? ശരിക്കും എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്? അല്ല, അത് ഇവിടെ പറയുന്ന കാര്യം അല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാ. വേറൊന്നുമല്ല. സിംഗിൾ അല്ല. അല്ല, നമ്മളിപ്പോ സിനിമേനെ പറ്റിയാണല്ലോ സംസാരിക്കാൻ വന്നേ. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇത് കഴിയുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പുറത്തിറങ്ങാലോ. ഓക്കെ. അപ്പൊ ഗാർഗി കാനഡയിൽ പോവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു എലി കാരനാണ് കാനഡയിൽ പോവാൻ പറ്റാണ്ടിരുന്നത് എന്ന് ഞാൻ കേട്ടു. എന്താണ് ആ എലി എന്താ ചെയ്തത്? എലി എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് തിന്നു. അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ 2ാമത് ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു. അപ്പൊ അതില് എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് തെറ്റി. അപ്പൊ 3ാമത് ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു. അപ്പോഴേക്ക് ഞാൻ ഡ്രാമ സ്കൂളിലെത്തി. ഓക്കെ. അപ്പൊ ഈ ഡ്രാമ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ആക്ടിങ് കുറച്ചും കൂടെ എളുപ്പമായി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. കാര്യം ആക്ച്വലി എന്ത് തരം ഒരു ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും what I consider is it's a place to make mistakes safely. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പോ സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ വർക്ക് എല്ലാവരും കാണുകയാണെങ്കിൽ ചിലപ്പോൾ നന്നായിരിക്കണം എന്നില്ലല്ലോ. നമ്മൾ ചെയ്ത് പഠിച്ചു വരാനുള്ള
conveniently you can make mistakes. So that's a big thing. And there are people നമുക്കത് ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ എപ്പോഴും കൂടെ ഉള്ളൊരു സ്ഥലവും കൂടെയാണ്. So yeah. ഓക്കെ തോമസ്, അപ്പം എല്ലാവർക്കും ആനന്ദം 2 ഇനി ഉണ്ടാവോ? ഇതിനെ പറ്റിയൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ആനന്ദം 2? എന്നോട് ഇന്നലെ ചോദിച്ചോളൂ ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് പോയപ്പോ. അറിയില്ല, ഞങ്ങൾ അന്ന് അതൊക്കെ പറഞ്ഞ് തമാശക്ക് എങ്ങനെയായിരിക്കും മുന്നോട്ട് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പോവാന്നൊക്കെ പറഞ്ഞ് കുറെ ആലോചിച്ച് ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. നിങ്ങളൊരു ആനന്ദം സർക്കിൾ ഇല്ലേ, അത് ഇപ്പോഴും നിങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടോ, മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ടോ? ഇപ്പം ഇന്ന് ഓരോരുത്തരായിട്ട് പടമൊക്കെ കാണാൻ വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു എല്ലാവരും? ഇല്ല, കണ്ടിട്ടില്ല. ഓരോരുത്തർ കാണാൻ പോകുന്നൊക്കെ പോകുന്നുണ്ട്. ഓക്കെ വരട്ടെ. വരട്ടെ എന്നൊക്കെ.